രാജാക്കാട്ടിലെ പ്രധാന ബൈപ്പാസ് റോഡുകളൊന്നായ ജൂബിലി റോഡിലൂടെ കടന്നു പോകണമെങ്കിൽ ഇപ്പോൾ വള്ളമിറക്കേണ്ട അവസ്ഥയാണ്. തകർന്ന റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി പോകാൻ കഴിയില്ല. വാഹനങ്ങളുമായി പോകാമെന്ന് വെച്ചാൽ കുഴികളിൽ ചാടി നടുവൊടിയും. നാട്ടുകാർ പരാതിയും പരിഭവവും പറയുമ്പോഴും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ പണി തുടങ്ങുമെന്നുമാണ് പഞ്ചായത്തിന്റെയും വിശദീകരണം. സംസ്ഥാന പാതയായ അടിമാലി രാജാക്കാട് റോഡിനെയും മലയോര ഹൈവേയായ രാജാക്കാട് ആനച്ചാൽ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ബൈപ്പാസ് റോഡിന്റെ അവസ്ഥയാണിത്. മഴ പെയ്തതോടെ റോഡ് കുളമല്ല, കായലായി തന്നെ മാറിയെന്ന് പറയേണ്ടി വരും. കാൽനട യാത്രക്കാർക്ക് ഒരു വിധേനയും ഇതുവഴി സഞ്ചരിക്കാനാകില്ല. വാഹനങ്ങളുമായി പോയാൽ കുഴിയിൽ ചാടിയും കുലുങ്ങിയും വണ്ടിക്ക് തകരാറും യാത്രക്കാരുടെ നടുവ് കുടിയും. വർക്ക്ഷോപ്പുകളടക്കം നിരവധി സ്ഥാപനങ്ങളും ഈ റൂട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യവും. വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായ രീതിയിലായി വഴി കിടക്കുന്നത്. വണ്ടികൾക്കൊക്കെയാണ് ഇതിലെ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായ മെക്കാനിക്കൽ സൈഡാണെങ്കിലും ഭയങ്കര പണിയും കാര്യങ്ങളും. വഴിയെ നടന്നു പോകാൻ പറ്റുന്ന. എന്നാൽ റോഡിന് ഉടുമ്പൻചോല MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് മാത്രമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. MLA റോഡിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുവാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന ചോദ്യമാണ് നാട്ടുകാർക്കിടയിൽ നിന്നും ഉയരുന്നത്. വിഷൻ, രാജകുമാരി.